ഞങ്ങൾ നടപ്പിലാക്കും. രക്ഷിതാക്കൾക്ക് വിയോജിപ്പിനോ ചോയ്സിനോ ഉള്ള ഓപ്ഷൻ ഇല്ല. അധ്യാപകർ നിർബന്ധമായി നടപ്പാക്കണം. ഇതാണ് പറഞ്ഞ വർത്തമാനം. ഒരു സർക്കാരാണ് ഇത്തരത്തിലൊരു ഫാഷിസ്റ്റ്. ഒരു വാചകം കൂടി, ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ലഹരിയേക്കാൾ മാരക വിഷയം. 19ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കയറാത്തവരാണ്. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ ആ ഒരു അവസരത്തിലാണ് നമ്മൾ പറയുന്നത് ഞങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഞങ്ങളടക്കമുള്ള ഇവിടെ ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ച എല്ലാവരോടും ചർച്ച നടത്തേണ്ടതാണ്. നമുക്കറിയാലോ, ഇതിനെതിരായ ഒരു സ്റ്റാൻഡ് എടുത്തതോടുകൂടി ഇപ്പം എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ആ രൂപത്തിൽ മാധ്യമ വിചാരണയും സോഷ്യൽ മീഡിയ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കുറെ സ്ട്രെസ് തന്നു. അപ്പൊ അത് മുതിർന്നവരായ ആളുകളെ പോലും ഇങ്ങനെ വളർത്തി ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കൺസേൺസ് കൊണ്ട് ഞാൻ കളിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ആ കുട്ടി അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് എത്ര ആയിരിക്കും. കാരണം 49 കുട്ടികൾ ഇങ്ങനെ പോയി കളിക്കണം, ഇവരിങ്ങനെ ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുക. ഇത് ആലോചിക്കാൻ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സോഷ്യൽ ഐസൊലേഷനിലേക്കും കുട്ടികൾക്കിടയിൽ ഒരു വേർതിരിവും അധ്യാപകർക്കിടയിൽ വേർതിരിവിലൊക്കെയാണ് ഇത് പോവുക. അധ്യാപകർക്ക് മേലുദ്യോഗസ്ഥരിൽ ഇതിന്റെ ലിങ്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് നോക്കുമ്പോൾ ഇതേ ലിങ്കല്ലേ കിട്ടുള്ളൂ. അത്ര ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. ആ ലിങ്ക് ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കണം, കുട്ടികൾ പഠിക്കും. ഏത് ലിങ്ക്? ഈ ഒരു മലയാളി സംസ്കാരത്തിൽ ഒരു ഇസ്ലാമിന്റെ പക്ഷത്ത് സംസാരിക്കും, നമ്മുടേത് പോട്ടെ, ഇവിടെ കേരളത്തിനൊരു കൾച്ചറില്ലേ, ഒരു ധാർമ്മികതയില്ലേ, ധാർമ്മിക പരിസരമില്ലേ, അതിനോട് പോലും യോജിക്കാത്ത ഒരു ഗുരു ശിഷ്യന്മാർക്ക് അയച്ചു കൊടുക്കണം എന്ന് ഈ ഒരാഴ്ചയിൽ ഓൺലൈനിലാണെങ്കിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്ന വിഷയം നമുക്കറിയാം. സൂംബ നൃത്തവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അത് വരുന്നൊരു സാഹചര്യവും നമുക്കറിയാം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിലൊക്കെ അത്തരമൊരു പ്രാക്ടീസ് നടക്കണമെന്നത് ഗവൺമെൻറ്റിൻ്റെ ഓർഡറായി സർക്കുലറായി വരുന്നു. സ്വാഭാവികമായും അത് സ്കൂളുകളിൽ നടക്കുന്നു. അതിനോടുള്ള പ്രതിഷേധങ്ങൾ ഒരു വേള പുറത്തു വരുന്നു. അപ്പോൾ ഈ നിലക്കുള്ള ചർച്ചകളിലേക്ക് നമ്മളെത്തുന്നൊരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സ്പോട്ട്ലൈറ്റിൽ അത് കാര്യമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തുടർന്നുള്ള ചർച്ചകളിൽ ഉയർന്നു വന്നു. ലഹരിക്കെതിരെ ഈ സൂംബ എങ്ങനെ പരിഹാരമാകും, അല്ലെങ്കിൽ എന്തിനാണ് ഈ പ്രതികരണങ്ങളൊക്കെ, എന്തിനാണ് ഈ അനാവശ്യ വിവാദങ്ങൾ, എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്, ഇതൊരു വർഗീയതയല്ലേ എന്നൊക്കെ തുടങ്ങിയ ചോദ്യങ്ങളിലേക്കും ആ നിലക്കുള്ള സംശയങ്ങളിലേക്കുമൊക്കെ എത്തുന്നൊരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അവിടെയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിന് അതിനെല്ലാം വളരെ ക്ലാരിറ്റിയുള്ള മറുപടികൾ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ സൂംബ എന്നത്, അതിനോട് ഉള്ള പ്രതികരണം എന്ന് പറയുന്നത് പ്രത്യേകമായി വന്നതിൻ്റെ സാഹചര്യം നമുക്ക് വരാം. സൂംബ എന്നത് ഇന്നോ ഇന്നലെയോ ഇവിടെ തുടങ്ങിയൊരു കാര്യമല്ല. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലം ഒക്കെയായി കേരളത്തിലുള്ള ഒരു സംവിധാനമാണ്, ഒരു രൂപമാണ്. എക്സസൈസിങ് സെൻ്ററുകളും മറ്റുമൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നു, പലയിടത്തും അത് നടക്കുന്നു. ലോകാടിസ്ഥാനത്തിൽ അതിനേക്കാൾ മുമ്പ് വന്നിരിക്കുന്നു, പല രാജ്യങ്ങളിലുമുണ്ട്. അവിടെയൊന്നും നമ്മൾ ഈ പ്രതികരണങ്ങളേക്കോ മറ്റോ പോയിട്ടില്ലല്ലോ. അപ്പോൾ അതല്ല അടിസ്ഥാന വിഷയം എന്നത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ, പിന്നെ എന്താണ് ഇതൊരു വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ നമ്മളിതിനെ പ്രശ്നവൽക്കരിച്ചതിൻ്റെ സാഹചര്യം? തീർച്ചയായും. അപ്പോൾ പലപ്പോഴും ഈ ചർച്ചകൾ കുരുങ്ങിക്കിടക്കുന്ന സൂംബ എന്ന് പറയുന്നൊരു വാക്കിലേക്കും ആ ഒരു നൃത്തത്തിലേക്കൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള വളരെ വിശാലമായിട്ടൊരു തലം ഈ ഒരു ചർച്ചക്കുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത് ചർച്ച? ഇവിടെ പറഞ്ഞതുപോലെ സൂംബ സെൻ്ററുകൾ ഇവിടെ ഒരുപാടുണ്ട്. പതിറ്റാണ്ടുകളായി ഇവിടെ ആളുകൾ സൂംബ പരിശീലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കളിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊന്നും ഈ വിഷയം ഉണ്ടായിട്ടില്ല. ഇത് വിഷയം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇത് പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ്. അവിടെയാണ് ഈ ചർച്ചയുടെ മർമ്മം കിടക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ പൊതുവായിരിക്കണം എന്നുള്ള ഒരു ആംഗിളിൽ നിന്നാണ് ഈ ഒരു ചർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത്. അതായത് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രൈസ്തവൻ്റെയും മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും എല്ലാവരുടെയും മക്കൾ പോയി പഠിക്കുന്ന കലാലയങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയും. അവിടേക്കൊരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ, അവിടേക്കൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ, അവിടേക്ക് എന്തെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും പറ്റുന്നതായിരിക്കണം. എല്ലാവർക്കും വളരെ സമാധാനത്തോടു കൂടി അവനവൻ്റെ മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇതിൽ പല ചിന്താഗതികളുള്ളവരുണ്ടാകും, പലതരത്തിൽ ലോകത്തെ കാണുന്നവർ, ലോകവീക്ഷണങ്ങളുണ്ടാകും. അവർക്കാർക്കും ഇപ്പോൾ ഒരു പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ മകനെ അയക്കുമ്പോൾ ഞാൻ വിചാരിച്ചതിനപ്പുറത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സംസ്കാരത്തിനും ഒരു ജീവിത രീതിക്കും അപ്പുറത്തേക്ക് സ്കൂളിൽ പോയതുകൊണ്ട് കുട്ടിക്ക് പ്രശ്നം വരുമോ എന്ന് ഒരു ഹിന്ദുവിനും തോന്നാൻ പാടില്ല, ഒരു മുസ്ലിമിനും തോന്നാൻ പാടില്ല, ഒരു ക്രൈസ്തവനും തോന്നാൻ പാടില്ല, ഒരു മതമില്ലാത്തവനും തോന്നാൻ പാടില്ല. അങ്ങനെയുള്ളൊരു സുരക്ഷിതത്വ ബോധം പൊതുവിദ്യാലയങ്ങളെക്കുറിച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് ഇതുവരേക്കും അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളെ ആ നിലയ്ക്ക് എല്ലാവരും എൻഡോസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് കാലമായി ഇതിൽ ചില കൺസേൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ചില ആശങ്കകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ സൂംബ എന്ന് പറയുന്ന വിവാദത്തെക്കുറിച്ച് മാത്രമല്ല.
ഇത് ഒരു തുടർ പ്രക്രിയയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവർ വരുത്തുന്ന പരിഷ്കാരങ്ങളൊക്കെ ആ നിലക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ നാൾ വഴി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു കൺസേൺ ഉയർത്തപ്പെടേണ്ടുന്ന രൂപത്തിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെയാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള ഏറ്റവും ബഹുഭൂരിപക്ഷം ജനങ്ങളും മതവിശ്വാസികളായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു നിയന്ത്രിതമായ അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ള ജനങ്ങൾ ബഹുഭൂരിപക്ഷവും. അത് മുസ്ലിങ്ങളുണ്ടാവും, ക്രൈസ്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഹിന്ദുക്കളും ആ രൂപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ അവരുടെ മക്കൾ പോകുന്ന പൊതുവിദ്യാലയങ്ങളിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ചില പ്രത്യേക അജണ്ടകളോടുകൂടി ചില കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കേവലം ഒരു നൃത്തത്തിൻ്റെ ഒരു വിഷയമല്ല, മറിച്ച് ഇപ്പോൾ നമ്മൾ അതിൽ വളരെ പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. 3 വർഷം മുമ്പ് ചാനലിലും ഒക്കെ വലിയ ചർച്ചകൾ രാഷ്ട്രീയക്കാരൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. ചർച്ചയായിട്ടില്ല, ചർച്ച ചെയ്യാതെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ചർച്ചയായതാണ്. അപ്പോൾ അതിനോടുള്ള വിയോജിപ്പുകളൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം വന്നു. ആ വിഷയം വന്നപ്പോഴും ഇപ്പോഴുള്ള വിഷയത്തിനോട് കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ വിഷയം വന്നപ്പോൾ ആദ്യ കുറച്ച് ദിവസത്തുള്ള ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ ഉള്ളതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് പറയുന്നത്. അന്ന് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയം ചാനലുകളിലൊക്കെ വളരെ എന്താ പറയുക വലിയ ഫിയേഴ്സ് ഡിബേറ്റ് നടക്കുകയാണ്. എന്താണ്, പാൻറ്റ് പ്രശ്നമാണോ അല്ലേ, പെൺകുട്ടികൾക്ക് പാൻറ്റ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ, പാൻറ്റ് ധരിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞുമോ വീഴുമോ ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ചകൾ ഭയങ്കര ഗൗരവത്തിലാണ് ചർച്ച നടക്കുന്നത്. കണ്ടപ്പോൾ ചിരി വന്നെന്നുണ്ടെങ്കിലും അപ്പോൾ ആളുകൾ വിചാരിച്ചെന്താ വെച്ചാൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ പെണ്ണ് പാൻറ്റ് ധരിക്കലാണ്. അപ്പോൾ അത് പാൻറ്റിൻ്റെ ചരിത്രപരമായ ഉത്ഭവം എവിടെയാണ്, പെണ്ണ് ധരിച്ചാൽ അതിന് കംഫർട്ട് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ അതിലേക്ക് ഇടപെടുന്നത്. ആ സമയത്താണ് പല സംഘടനകളും, നമ്മൾ മാത്രമല്ല പല സംഘടനകളും അതിലേക്ക് ഇടപെടുകയാണ്. നമ്മൾ അന്ന് സമൂഹത്തെ ബോധവൽക്കരിച്ചൊരു കാര്യമുണ്ട്. അതിനുശേഷമാണ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അതിനെ ഏറ്റെടുക്കുന്നത്. ഇതൊരു പാൻറ്റിൻ്റെ വിഷയമല്ല. പാൻറ്റ് തീർച്ചയായും അതിൻ്റെ ഭാഗമാണ്. ഇപ്പം അല്പവസ്ത്രം എന്നുള്ളൊക്കെ കുറച്ച് ടേംസിലൊക്കെ കുരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ അന്ന് പാൻറ്റിൽ ഇങ്ങനെ കുരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു പാൻറ്റിൻ്റെ വിഷയമല്ല. പാൻറ്റ് ധരിക്കാൻ പറ്റുമോ, അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇത് കുറച്ചും കൂടി ഒരു വിശാലമായൊരു വിഷയമാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വെറുതെ ആരോപിക്കുക എന്നുള്ളതിനപ്പുറത്ത് ജെൻഡർ ന്യൂട്രാലിറ്റി അത് നടപ്പിലാക്കിയ ആ സമയത്ത് നടപ്പിലാക്കിയ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഹെറ്ററോ നോർമേറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് ബേർഡൻ ഓഫ് ഹെറ്ററോ നോർമേറ്റിവിറ്റി. അതിനെ തകർക്കണം. ആ തകർത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഹോമോ നോർമേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്യൂർ നോർമേറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടാക്കണം. ഇതാണ് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം. ഇതങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഇതെന്താ സംഭവം പല ആളുകൾക്കും മനസ്സിലായില്ല. പിന്നെയാണ് ഈ നോർമേറ്റിവിറ്റിയൊക്കെ വലിയ രൂപത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ കോറെന്ന് പറയുന്നത്. പാൻറ്റ് ധരിക്കുക അതിൻ്റെ ഒരു വിഷയം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ കോറെന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ ക്യൂർ നോർമേറ്റിവിറ്റിയാണ്. അതായത് ആണും പെണ്ണും തമ്മിലുള്ള ജൈവികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിപരമായി തന്നെയുള്ള വ്യത്യാസങ്ങളെ മുഴുവൻ മാസ്ക് ചെയ്തുകൊണ്ട് അത്തരത്തിലൊന്നുമില്ല എന്ന ഒരു അത്തരത്തിലൊരു സമൂഹ സൃഷ്ടി സാധ്യമാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളന്ന് ചാനൽ ചർച്ചയിലൊക്കെ പോയി സംസാരിച്ചപ്പോൾ ആദ്യത്തെ ചാനൽ ചർച്ചയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചു. ഇത് വലിയൊരു വിഷയമാണ്, ഇത് വെറും പാൻറ്റിൻ്റെ വിഷയമല്ല, ഇത് ഈവൻ ടോയ്ലറ്റുകളിലേക്കും യൂണിസെക്സ് ടോയ്ലറ്റുകളിലേക്കും സ്ത്രീകളെ ബാധിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ അന്ന് ആങ്കർ ചോദിച്ചൊരു ചോദ്യം, എന്തൊക്കെ തരത്തിലുള്ള ആശങ്കകളാണ്, ആശങ്കകൾ. അപ്പോൾ എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത്? ആ സാധനം കഴിഞ്ഞ് ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചത്? ഈ യൂണിസെക്സ് ടോയ്ലറ്റ് ഇവിടെ വന്നു. എറണാകുളത്ത് മഹാരാജാസിൽ അതായത് സ്ത്രീകളുടെ ഹോസ്റ്റലിൽ ഇപ്പം എന്ത് ചെയ്യാണ്, പുരുഷ ലിംഗമുള്ള ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എന്തൊക്കെ ആശങ്കകളാണെന്ന് ചോദിച്ച സാധനങ്ങളൊക്കെ കേരളത്തിൽ നടപ്പിലായി. ജെൻഡർ ന്യൂട്രൽ ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നു, ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വെറുതെ പറയുന്നതല്ല, കാരണം ഇതിനെ നമ്മൾ വിശാലമായി നോക്കിക്കാണുമ്പോൾ ഏതൊരാൾക്കും, ഇത് നമ്മൾ മാത്രമൊന്നുമല്ല, ഏതൊരാൾക്കും കുറച്ചൊക്കെ വായനയുള്ള ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ചർച്ചകൾ എപ്പോഴും ഈ പാൻറ്റ്
പാൻറ്റ്, അല്പവസ്ത്രം, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുരുക്കാൻ പലപ്പോഴും പല ആളുകൾക്കും സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തമാശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞു ഇത് വലിയൊരു വിഷയമാണ്, ഇത് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, ഇതിനോട് ഞങ്ങൾക്ക് കൃത്യമായ വിയോജിപ്പുണ്ട്, ഇതൊരു പിന്നെ കൾച്ചറൽ ഫാസിസമാണ്, ഇതിനെ ഞങ്ങൾ എതിർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ പല രൂപത്തിലുള്ള എന്താണ് നിങ്ങൾക്കൊരു പ്രശ്നം, പെണ്ണ് പാൻറ്റ് ധരിച്ചാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വലിയ രൂപത്തിൽ ഇന്നത്തെ പോലെ ഒരാഴ്ചകളോളം ആ വിഷയം അതുപോലെ നിന്നു, യാതൊരു പ്രതികരണവും ഇല്ലാതെ തന്നെ. പിന്നെ ഏതോ കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ പാൻറ് ഇട്ട ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അവർ ആസ്വദിക്കട്ടെ, അവർ ജീവിക്കട്ടെ, അവർ ലോകത്തിനെ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സ്റ്റാറ്റസ് ഒക്കെ വിട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു പാൻറ്റിൻ്റെ വിഷയമല്ല, ഇതിനപ്പുറത്തേക്ക് വലിയൊരു ക്യാൻവാസ് ഇതിനുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടു. രാഷ്ട്രീയ കക്ഷികളടക്കം ഇത് ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരു ഇമ്പോസിഷൻ നടക്കാൻ പാടില്ല, ലിബറലുകൾക്ക് അങ്ങനെയൊക്കെ വിശ്വസിക്കാം, പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതെന്ത് ചെയ്യരുത്, നടപ്പിലാക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വന്ന പ്രസ്താവന എന്താ, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല. അപ്പോൾ അങ്ങനെ അടിച്ചേൽപ്പിക്കില്ല എന്ന് കേട്ടു, എല്ലാവർക്കും സമാധാനമായി. നമ്മൾ സ്വാഗതം ചെയ്യുന്നു, പിന്നെ ആ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു. പല ആളുകളും പറഞ്ഞു മുസ്ലിങ്ങൾ ഒരു കാര്യം പറയുമ്പോഴേക്കതാ ഗവൺമെൻറ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ വേറെ ചില ആൾക്കാർ പറഞ്ഞതാ മുസ്ലിം സംഘടനകൾ ഒരു കാര്യം പറയും, ഇത് മുസ്ലിം സംഘടനകളാണ് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത്, പ്രീണനമാണ്, ഇടത് വലത് ഗവൺമെൻറ്റുകളെ മുസ്ലിങ്ങൾ നിയന്ത്രിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറേ നെറേറ്റീവ്, വേറെ ഭാഗത്ത് വേറെ കുറേ നെറേറ്റീവുകൾ. എല്ലാവരും വളരെ സമാധാനത്തോടു കൂടി കടന്നുറങ്ങി. എല്ലാ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചു. ആ ചർച്ചകൾ പിന്നെ ഉണ്ടായില്ല. പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ ചർച്ചകളും അതുപോലെ തന്നെ പല ആളുകളും ഈ വിഷയത്തിൽ ധാരണയുള്ള ആളുകൾ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു ഇത് ഇങ്ങനെ പിന്നെ അടിച്ചേൽപ്പിക്കില്ല എന്നൊരു വാചകം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഐഡിയോളജി അവിടെ തന്നെ ഉണ്ട്, അത് കരിക്കുലത്തിലുണ്ട്, അത് ഇതുവരെ തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ ജനകീയ ചർച്ചകൾ നടന്നിട്ടില്ല. ജനകീയ ചർച്ചകൾ എന്ന പേരിൽ നടത്തിയ കാര്യങ്ങളിൽ വന്നിട്ടുള്ളൊരു കാര്യവും പരിഗണിച്ചിട്ടില്ല എന്നുള്ള അതിൻ്റെ ജനാധിപത്യവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒറ്റ വാക്കിലുള്ള പ്രസ്താവന കേട്ടിട്ട് പല ആൾക്കാരും സമാധാനപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇത് അവസാനിപ്പിച്ചില്ല? അത് ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള സംവിധാനങ്ങളോടോ ഒരു അവിശ്വാസ്യത ഉള്ളതുകൊണ്ടല്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നിയമസഭയിൽ അതിനുശേഷം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ജെൻഡർ എന്ന് പറയുന്നൊരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്നവിടെ പറയാൻ. അപ്പോൾ അതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിലുള്ള ബോധവൽക്കരണങ്ങൾ അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും തുടരുന്നത്. അപകടം കേരള പശ്ചാത്തലത്തിൽ മാത്രമല്ല, നമ്മൾ ആഗോള തലത്തിൽ പരിശോധിക്കുമ്പോൾ തന്നെ ഇതിന് ശരിക്കും കൃത്യമായൊരു പിന്തുണയും ഒരു പിന്തുടർച്ചയൊക്കെ ഉണ്ട്. അന്ന് നമ്മളത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു അന്ന് ജനകീയ ചർച്ചകളുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ PTA അതുപോലെ തന്നെ SMC കമ്മിറ്റികളൊക്കെ വിളിച്ച് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ കൃത്യമായ റിപ്പോർട്ടുകൾ സഹിതം സമർപ്പിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു സ്കൂൾ തലം മുതൽ ഉപജില്ലയും ജില്ലയും തലത്തിലുള്ള എല്ലാ രീതിയിലുള്ള ചർച്ചയും നടന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് ഒരു ജില്ലാ തലം വരെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു, ശേഷം അത് സംസ്ഥാന തലത്തിലേക്ക് പോയില്ലേ എന്നുള്ളൊരു യാതൊരു റിപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് നേരെ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രസിദ്ധീകരിക്കുന്നതാണ്. 2022 ചർച്ച നടക്കുന്നു, 2023 പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രസിദ്ധീകരിക്കുന്നു. ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് യാതൊരു വിധത്തിലും ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാവർക്കും സമാധാനമായി, ജെൻഡർ വിഷയം കഴിഞ്ഞു എന്നൊക്കെയാണ് ചില ആൾക്കാർക്ക് വിചാരിച്ചിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞല്ലോ, അത് അടിച്ചേൽപ്പിക്കില്ല, കാരണം പാൻറ് അടിച്ചേൽപ്പിച്ചിട്ടില്ല, വളരെ സമാധാനം. പക്ഷേ ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ നമ്മൾ സമാധാനിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പൊതുവിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകണം, കുട്ടികളുടെ 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ടെക്സ്റ്റ് ബുക്ക് എടുക്കണം, അത് തുറന്നു വെച്ച് വായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാമൂഹ്യശാസ്ത്ര ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല ബയോളജി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളിൽ പലതിലും പിന്നെ അതിനൊരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ അടക്കം ചെയ്തിട്ടുണ്ട് ഈ ആശയം പിന്നെ തിരികെ കയറ്റിട്ടുണ്ട്. കൂട്ടിച്ചേർക്കാൻ തോന്നുന്ന കാര്യം നമ്മൾ ജെൻഡർ വിഷയം മാത്രമല്ല അന്ന് ഉന്നയിച്ചിരുന്നത്, അത് ആ ചർച്ച അതിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് യുക്തിചിന്ത ഇത്തരം വാദങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് ശരിക്ക് ഇവിടെ എന്താണോ ഇത്തരം ഒരു അജണ്ട നടപ്പിലാക്കുന്ന ആളുകൾ അവരുടെ അജണ്ടയെ സ്വീകരിക്കുന്നത് അതെല്ലാം ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു. യെസ്. അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ആ നിലക്കുള്ള ഒരു കാര്യം ഇപ്പം ഇതിന് നമ്മുടെ കുട്ടികൾ, നമ്മളുടെ എല്ലാവരുടെയും കുട്ടികൾ രാവിലെ നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കി പറഞ്ഞേക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർ സ്കൂളിൽ പോയി അധ്യാപകൻ്റെ നാവിൽ നിന്നും കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാൻ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇപ്പം വായിച്ചു നോക്കിയാൽ മതി. അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ്. ആ പാഠത്തിലെ തലക്കെട്ട് തന്നെ ലിംഗവിവേചനമില്ലാത്ത ലോകത്തെ. അപ്പോൾ അത്തരത്തിൽ സംഭവമാണ്. മാത്രമല്ല ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു ആർജിത പദവിയാണ് എന്ന് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആർജിച്ചെടുക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ അതിന് ഉദാഹരണം എടുക്കാം. ഇനിയിപ്പോൾ ആർജിത പദവി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൊഴിലൊക്കെ നേടാൻ എന്ത് ചെയ്യുന്നുണ്ട്, പല പരിശീലനങ്ങൾ നടത്തുമല്ലോ. ഇപ്പോൾ സെയിൽസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ സെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, പരിശീലിച്ച് പഠിക്കും. ഇതുപോലെ നമ്മൾ പരിശീലിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ആർജിച്ചെടുക്കുകയാണ്. ഇത് ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കുകയല്ല, പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ മക്കൾ ഇപ്പോൾ
ഞാൻ പറയുന്നത് വരാനിരിക്കുന്ന കാലം എന്നല്ല, ഇപ്പോൾ നമ്മുടെ മക്കൾ പൊതുവിദ്യാലയത്തിൽ പോയി അവരുടെ അധ്യാപകരുടെ നാവിൽ നിന്ന് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല ആളുകളും വിചാരിച്ചെന്താ, ഇതൊക്കെ കഴിഞ്ഞു, അതൊക്കെ അന്നേ കഴിഞ്ഞല്ലോ, ഇമ്പോസ് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അപകടം. ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ. നമ്മളന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇപ്പം മതത്തിനതീതമായി ചിന്തിക്കുക, ഈ സാധനം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ യുക്തിചിന്ത എന്ന പേരിൽ യുക്തിപരമായി ചിന്തിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ യുക്തിചിന്ത എന്ന പേരിൽ ഇവരുടെ ഈ മതരഹിതമായ ആശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പല സെൻറ്റൻസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജെൻഡർ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പദപ്രയോഗങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഇത് സൂംബയിൽ തുടങ്ങി സൂംബയിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് വളരെ ലോങ് ആയിക്കൊണ്ട് നമ്മുടെ മക്കൾ എന്തു പഠിക്കണം, അവരെന്ത് ചിന്തിക്കണം, അവരെങ്ങനെ ജീവിക്കണം, അവരുടെ കൾച്ചർ എന്തായിരിക്കണമെന്ന് വളരെ ആസൂത്രിതമായി നമ്മുടെ മക്കളെ അവരിലേക്ക് ഇമ്പോസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സൂംബയെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതെ അതെ, നമുക്ക് മനസ്സിലായല്ലോ, ഇതൊരു തുടർച്ച തന്നെയാണ്. ആ തുടർച്ചയുടെ ഭാഗം എന്നുള്ളത് നമുക്കിതിൽ അത്ഭുതമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഞാൻ ഇന്ന് സ്പോട്ട്ലൈറ്റിൻ്റെ 100 എപ്പിസോഡാണല്ലോ. അപ്പോൾ ആദ്യത്തെ 1-2 എപ്പിസോഡുകൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കി, ആ ഒരു പഴയ ഓർമ്മ 2 വർഷം മുമ്പത്തെ എപ്പിസോഡുകൾ. അതിൽ ബഹുമാന ടി കെ അഷ്റഫ് സാഹിബ്, അദ്ദേഹം മിക്കവാറും ചർച്ചകളുണ്ട്, അന്ന് പറഞ്ഞ വാചകം കറക്റ്റ് ഞാൻ ഇന്ന് വെറുതെ ഒന്ന് കേട്ടു നോക്കിയതാണ്. ഇതിപ്പോൾ ചർച്ച നടന്നു, ഈ ചർച്ചയുടെ കൺക്ലൂഷൻ സർക്കാർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടില്ല. ഇനി അതിൻ്റെ പ്രിൻറ്റിങ്ങിലേക്ക് പോവുകയാണ്. പ്രിൻറ്റിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അന്ന് പറഞ്ഞൊരു വാചകം ഞാൻ ഈ സ്പോട്ട്ലൈറ്റിൻ്റെ തുടർച്ച കൂടി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. ആ തുടർച്ച എന്നുള്ള നിലക്ക് നമുക്കിതിൽ ആ നിലക്ക് കൺസേൺ ഉണ്ട്. ആ കൺസേണുകൾ പല കാലങ്ങളായി ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചയുടെ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4-5 വർഷമായി ഇതിൻ്റെ പിന്നിൽ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. ആശയപരമായി ഇതിനെ വിയോജിക്കുന്നവർ ആ നിലക്ക് പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും വീണ്ടും ഒരു പുതിയ നടപടിയുമായി സർക്കാർ വിദ്യാലയങ്ങളിലേക്ക്, പൊതുവിദ്യാലയങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ പിന്നെ പ്രതികരിക്കുകയല്ല എന്താ ചെയ്യുക? സ്വാഭാവികമാണ്. പിന്നെ പ്രതികരിക്കുകയല്ല എന്താ ചെയ്യുക? ഇത്രയധികം ചർച്ച നടന്നിട്ടും ഇത്രയധികം വിയോജന കുറിപ്പുകൾ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടും വീണ്ടും വരുമ്പോൾ അത് തുറന്നു പറയുക എന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം വലിയ അപകടത്തെ അറിയുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ബാധ്യതയാണ്. ആ ബാധ്യതയാണ് സത്യത്തിൽ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പല ആൾക്കാരും വിചാരിക്കുന്നത് വെച്ചാൽ ഈ ചർച്ചകളെ എല്ലാവരും എല്ലാ നിലക്കും പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ പൊതുസമൂഹത്തിൽ അത്ര നിലക്ക് നമ്മൾ ഈ രൂപത്തിൽ ഇടപെടുന്നത് പോലെ അവർ അത്തരത്തിൽ ചിന്തിച്ചോളാം. പല ആളുകളും വിചാരിക്കുന്നത് വെച്ചാൽ സർക്കാർ എന്തൊരു കാര്യം കൊണ്ടുവരുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് ചാടിക്കേറി അപ്പം തന്നെ എതിർക്കുക, അതൊരു അപക്വമായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ പല ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഈ ഒരു ലോങ് പിക്ചർ ഇല്ല. ഇതിങ്ങനെ തുടർന്ന് വരുന്നൊരു കാര്യമാണ്, നമ്മളതിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഡിയോളജിക്ക് നമ്മൾ മാത്രമല്ല, ഈ ഞാൻ പറയുന്നത് വിസ്ഡംകാർ മാത്രമല്ല, മറിച്ച് ഇവിടെയുള്ള ഒരുപാട് ഇതിനെക്കുറിച്ച് കൺസേൺ ഉള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഫൈറ്റിലാണ്. അപ്പോൾ സ്റ്റുഡൻസ് തന്നെ ഭൗതിക സംവാദം എന്ന പേരിൽ ഈ നിലവാര തകർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ SCRTയുടെ അടക്കമുള്ള മുൻ റിസർച്ച് ഫെലോകൾ വന്ന് ഇതേ കൺസേൺ, ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നത് SCRTയിൽ മുൻപ് വർക്ക് ചെയ്ത ആളുകൾക്ക് പോലും സംശയമാണ്. അപ്പോൾ ഇത് ഒരു മതസംഘടനയുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയോ ഒന്നും ചർച്ചയല്ല എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണ്. പിന്നീട് തുടർച്ചയായി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ശരിക്ക് സുംബയിലേക്ക് വരുമ്പോൾ ഇതേ ഒരു ചരിത്രം നമുക്ക് സുംബയിലും പറയാനുണ്ട്. അതെന്താണെന്നറിയോ? സുംബ എന്ന് പറയുന്നത് പൊടുന്നനെ നടപ്പിലാക്കിയ ഒന്നല്ല. പക്ഷേ ആ സുംബയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഏതോ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ജംബയോ അങ്ങനെ എന്തോ ഒരു സംവിധാനം ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പക്വമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തണമായിരുന്നു. ഒരു സജഷൻ ആണെങ്കിൽ കൂടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചുകൂടി ഗൗരവത്തിൽ പങ്കുവെക്കണമായിരുന്നു. അങ്ങനെ ജംബയാണോ സുംബയാണെന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്. മുഖ്യമന്ത്രി ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് നടപ്പിലാക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ആലോചന ഇല്ലാതാണെന്നുള്ളത് കൃത്യമായിട്ടും അവിടെ തന്നെ വ്യക്തമാണ്. സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ പറയുന്ന വർത്തമാനമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഏപ്രിലാണ് ഏകദേശം ഈ ചർച്ചകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായി പ്രതികരണം രേഖപ്പെടുത്തി. നേരത്തെ സ്പോട്ട്ലൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലൂടെ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അല്ല, അതിൽ അന്ന് പറഞ്ഞ സൂംബ സ്കൂളുകളിലേക്ക്, അതായിരുന്നു അന്നത്തെ ടൈറ്റിൽ പത്രത്തിലൊക്കെ വന്നിട്ടുള്ളത്. ഇത് പല ആളുകളും വിചാരിച്ച സൂംബ എന്നുള്ളത് മിഞ്ഞാന്നൊന്നല്ല, മറിച്ച് ഏപ്രിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൂംബ സ്കൂളുകളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടൈറ്റിൽ വന്നിട്ടുണ്ട്. അന്ന് ആ ഒരു സൂംബ എന്നുള്ള വേർഡ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
അപ്പോൾ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനോടുള്ള വിയോജിപ്പുകൾ? അവിടെയാണ് ശരിക്ക് ഈ സൂംബ എന്ന് പറയുന്നതിനോടുള്ള വിയോജിപ്പ് നമ്മൾ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നവൽക്കരിക്കുന്ന, ഇപ്പോൾ പറഞ്ഞ പോലെ വിവാദം ഉണ്ടാക്കാൻ എത്രത്തോളം വെച്ചാൽ എടുത്തുചാട്ടമാണ്, അവിവേകമാണ്. എന്താണ് ഇതിൽ എടുത്തുചാട്ടം, എന്താണ് ഇതിൽ അവിവേകം, നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ കൃത്യമായും ഒരു വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. സൂംബ എന്ന് പറയുന്നൊരു സംവിധാനം കൊണ്ടുവരുന്നത് പറയുന്നു, പക്ഷേ നമുക്കതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതെന്താണ് നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ആകെയുള്ള സ്രോതസ് എന്താണെന്നറിയോ? അന്നത്തെ യൂട്യൂബ് ചാനലുകളാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് സൂംബ എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഒരു ധാർമ്മിക പരിസരത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്തതാണ്. അങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ നമ്മൾ ഒരിക്കലും അത് സർക്കാരിന് മേലേക്ക് ആരോപിക്കുകയല്ല ചെയ്തത്. നമ്മൾ അത് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇങ്ങനെ സംവിധാനം മുൻപ് ജെൻഡർ ന്യൂട്രാലിറ്റി വന്നതുപോലെ ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ട് അറിയേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് പ്രതികരിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയും ശേഷം ജൂൺ 26 എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ഇത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ജൂൺ 26 എത്തിയപ്പോൾ പൊടുന്നനെ ഇത് കൊണ്ടുവന്നത് തന്നെ ആഗോള ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ നടന്നു, സ്വാഭാവികമായ ചർച്ചകൾ. അതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അതായത് സൂംബ സ്കൂളുകളിലേക്ക് ഇതാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള സാധനങ്ങൾ നമ്മൾ നോക്കുക. മുഖ്യമന്ത്രി പറയുന്നത് ജിംബയോ അങ്ങനെ എന്തോ ഒരു സാധനം വരാനുണ്ടെന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം പിറ്റേന്ന് തന്നെ മന്ത്രിയുടെ ഇങ്ങനെ ഒരു പ്രസ്താവനയും വരുന്നു. ഇതിനപ്പുറത്തേക്ക് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഒരു പരിഷ്കാരം സ്കൂളുകളിലേക്ക് വരുമ്പോൾ ശരിക്കും എന്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്? ഇതെന്താ സംഭവം എന്നുള്ള കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശവും ചർച്ചകളും നടന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനൊരു പരിഷ്കാരം വരേണ്ടത്. അപ്പോഴാണ് നമുക്കതിനോട് എന്തൊക്കെയാണ് സർക്കാർ വരുത്തുന്ന പരിഷ്കാരം, അതിനോടുള്ള നമ്മുടെ വിയോജിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയാണ് പറയാൻ പറ്റുക. നമ്മുടെ മുമ്പിൽ സൂംബ വരുന്നു എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ അവിടെ സൂംബ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സൂംബ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ഇത്തരത്തിലൊരു സെലിബ്രേഷൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളിലേക്ക് ഇത്തരം ഒരു രൂപത്തിലേക്ക് അവരുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ, അപ്പോൾ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് പല രൂപത്തിൽ നമുക്ക് ഉണ്ടാവാം. പിന്നെ അത് പല ആളുകളുടെയും പല രൂപത്തിലായിരിക്കും. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വഴി ഇങ്ങനെ തുള്ളിച്ചാടി സ്ട്രെസ് റിലീഫ് ചെയ്യുന്നവരുണ്ടാവും. അല്ലാതെ കുറച്ചും കൂടിയൊക്കെ ഒരു ലോങ് ടേമിൽ ഒരു ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ട് എടുത്തി അതിനെ മനസ്സിലാക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൾച്ചർ കുട്ടികളിലേക്ക് കൊണ്ടുവരികയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു അപകടം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അവിടെ ആ സൂംബ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സംഭവത്തിനോടുള്ളൊരു പ്രതികരണമാണ് എന്ത് ചെയ്യുന്നത്. നമ്മൾ അന്ന് ഇപ്പോൾ സ്പോട്ട്ലൈറ്റിൻ്റെ ആ ഒരു എപ്പിസോഡ് എല്ലാവരും ഒന്ന് കാണണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അതിന് നമ്മൾ പറയുന്നുണ്ട് ഇതൊരു കൾച്ചറൽ ആയിട്ട് ഇതിനോട് നമുക്ക് വിയോജിപ്പുകളുണ്ട്. ഇത് സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം നമ്മൾ പറയാണ് അതിലിപ്പം ഒരു വസ്ത്രധാരണത്തിൻ്റെ എലമെൻ്റ് പോലും അതിൽ ചിലപ്പം നമുക്ക് വന്നാൽ അതിനോട് വിയോജിക്കേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, സൂംബ എന്ന് പറയുന്ന ഒരു കാര്യത്തിനോടുള്ള വിയോജിപ്പ് നമ്മൾ അന്ന് അവിടെ പറയുന്നത് ഏപ്രിൽ 29 നമ്മൾ ഇപ്പം ഇന്നലെയും മിഞ്ഞാനൊന്നും അല്ല, ഏപ്രിൽ 29 നമ്മൾ എന്ത് ചെയ്യണം പറയാം. അവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, സൂംബയാണോ സാംബയാണോ എന്നൊക്കെ തിരിച്ചറിയാത്ത ആളുകളാണ് അതൊക്കെ ഉന്നയിച്ചെന്ന് പറയുന്ന ഒരു അബദ്ധം അവിടെ കണ്ടു. ഇത് ഉന്നയിച്ചത് ടി.കെ. അഷ്റഫ് സാഹിബ്, അദ്ദേഹം ഇത് ഉന്നയിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കുറിപ്പിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചത് ഇവിടെ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലറാണ്. ആ സർക്കുലർ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും അവിടെ കൃത്യമായിട്ടുണ്ട്. നമ്മളൊന്നും കുറേ പേര് പറഞ്ഞു നമ്മൾ മയപ്പെടുത്തി, നമ്മൾ മാറ്റി, യാതൊരു മയപ്പെടുത്തലും ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം ഇന്നും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. കൃത്യമായും സൂംബ എന്ന് പറയുന്ന അത്തരമൊരു സംവിധാനം വിദ്യാഭ്യാസ സംസ്കാരത്തിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വിയോജിപ്പുള്ള ആളുകളുണ്ട് എന്ന കൃത്യമായൊരു രേഖപ്പെടുത്തൽ അവിടെ നടത്തിയത്. ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ശരിക്ക് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം, ഇത് ശരിക്കും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള യാതൊരു ധാരണയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെ അവിടെ നിലനിൽക്കുന്നു എന്നൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ പൊതുവെ ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് വരുന്നു, കുട്ടികൾ പഠിക്കുന്നു, ഇത്രേ അവർക്ക് അറിയുള്ളൂ. അതാണ് ഉപരിപ്ലവമായ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതും സ്വാഭാവികമായിട്ട് പാൻറ്റും വസ്ത്രവും ഇത്തരം ചർച്ചയിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഒരു വിദ്യാഭ്യാസ സിസ്റ്റം നടപ്പിലാക്കപ്പെടുന്നത് അതിന് പിന്നിലുള്ള പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ നമ്മൾ പറയുന്ന കരിക്കുലം ഫ്രെയിംവർക്ക്, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ്. അവിടെ KCF മുന്നോട്ട് വെച്ചിട്ട് 3 വർഷമായിട്ടുണ്ട്. 2023 2022 ചട്ടക്കൂട് മുന്നോട്ട് വെക്കുന്നു, 2023 കൊണ്ടുവരുന്നു. അവിടെയൊന്നും ഇത്തരം പരാമർശങ്ങളില്ല. പിന്നെ എങ്ങനെയാണ് പൊടുന്നതിൻ്റെ സർക്കുലറായത് മുന്നോട്ട് വരുന്നത്? അപ്പോഴാണ് പറയുന്നത് ഗവൺമെൻറ്റിന് അങ്ങനെ സർക്കുലർ ഇറക്കാനുള്ള അവകാശമുണ്ട് എന്ന്. അങ്ങനെ ഒരു ചട്ടക്കൂടിൻ്റെ കാര്യത്തിൽ പോലും ഇത്രത്തോളം ജനകീയ ചർച്ചകൾ നടത്തിയ അവസരത്തിൽ ഇവിടെ ഒരു സർക്കുലർ തോന്നുമ്പോൾ ഇങ്ങനെ ഇറക്കുകയാണെങ്കിൽ ഇവിടെ മാറി മാറുന്ന സർക്കാർ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് എന്തെല്ലാം സർക്കുലർ ഇറക്കാം? അപ്പോഴൊക്കെ ജനങ്ങൾ ഇതൊക്കെ അനുസരിക്കേണ്ടി വരും. എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് കാവ്യവൽക്കരണത്തെ നമുക്ക് എതിർക്കാൻ പറ്റുക? അവിടെയാണ് അവരുടെ അധികാരം എന്ന് പറഞ്ഞൂടെ? തീർച്ചയായും. ഇവിടെ NEP 2020 ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കൃത്യമായും കേരള സർക്കാർ വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരെ വിയോജിപ്പ് അറിയിച്ചത് ഇതേ അർത്ഥത്തിലാണ്. ഇവിടെ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നു, ഇവിടെ സാംസ്കാരികമായ ഒരു അധിനിവേശം കൊണ്ടുവരുന്നു, കൾച്ചറൽ ഫാഷിസമാണത് എന്നെല്ലാം കൃത്യമായി വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേ വിയോജിപ്പ് ഇവരുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു എതിർചേരിയിൽ അത് ഉണ്ട് എന്ന് അറിയുമ്പോഴേക്കും നമ്മളെ പിന്നെ കൂട്ടിക്കെട്ടുന്ന മൊത്തം ഇത്
നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ പോലെ നിർബന്ധമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കുന്നത്. നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതെ, ആര് നിർബന്ധിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണ്. ഇതിന് സൂംബ എന്ന് പറയുന്നൊരു സംഭവം വരുന്നു, സ്കൂളുകളിലേക്ക് വരുന്നു എന്ന് പറയുന്നു. അതിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിയോജിപ്പുകൾ, ഇത് ഇങ്ങനൊരു കൾച്ചറിനോട് നമുക്ക് വിയോജിപ്പ് പറയുന്നു. സൂംബ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ നിലവിൽ ലോകത്തുള്ള സൂംബ എന്താണോ അതിനോടുള്ള പിന്നെ ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രകടിപ്പിക്കുന്നു. പറ്റുന്ന ആളുകളോടൊക്കെ നമ്മളത് ബോധവൽക്കരിക്കാനൊക്കെ ശ്രമിക്കും. ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്, മറ്റേ ജെൻഡർ ന്യൂട്രാലിറ്റി വന്ന മാതിരി ഇതും ടെക്സ്റ്റ് ബുക്കിൽ എത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മളറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനോട് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നു. അത് പരമാവധി കുറിപ്പുകളായിട്ടും വീഡിയോകളായിട്ടും ഷോർട്സ് ആയിട്ടൊക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു. നമ്മളൊക്കെ പരിചയത്തിലുള്ള സംഘടനാ നേതാക്കന്മാർ അതിൽ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടും അവസാനം പിന്നെ നമ്മൾ പെട്ടെന്ന് കാണുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഏപ്രിൽ 26 ഒരു സർക്കുലർ പെട്ടെന്ന് വിട്ട് ജൂൺ 26 പെട്ടെന്നൊരു സർക്കുലർ വരികയാണ്. എന്താണ്, ഈ ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി എല്ലായിടത്തും സൂംബ വേണം എന്ന് മാത്രമല്ല, ആ സർക്കുലർ വന്ന് അതിലുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും അവസാനം ഈ പറഞ്ഞ പ്രോസസ്സുകളുടെ എല്ലാം അവസാനത്തിലാണ് ഇതിനോടുള്ള വിയോജിപ്പുകളെല്ലാം പറഞ്ഞ്, ഐഡിയോളജിക്കൽ അതിൻ്റെ വിയോജിപ്പ് പറഞ്ഞ് അത് ബോധവൽക്കരിക്കാൻ ശ്രമിച്ച്, സമൂഹത്തോട് അത് നിരന്തരമായി സംവദിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച്, അതിൻ്റെ പ്രശ്നം പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു ചർച്ചയുമില്ലാതെ ഇങ്ങനൊരു സർക്കുലർ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. ഇതാ മറ്റന്നാളെ സ്കൂളുകളിൽ നമ്മൾ ഇത്രയും കാലം നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു സംഭവം, അങ്ങനെ ബോധവൽക്കരിക്കാൻ പറഞ്ഞൊരു സംഭവം നമ്മുടെ മക്കളടക്കം പോയി കളിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കളിക്കേണ്ടുന്ന അവസ്ഥ വരികയാണ്. അത് നിർബന്ധിക്കപ്പെടുന്നൊരു അവസ്ഥ വരികയാണ്. നിർബന്ധമാണോ അല്ല എന്നുള്ളതിലേക്ക് വരാം. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇത്രയൊക്കെ നമ്മൾ വിയോജിപ്പ് അറിയിച്ചിട്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടും ഒരു ജനകീയ ചർച്ചകളും ഇല്ലാതെ PTA മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചു അധ്യാപക സംഘടനകളോട്, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളോട്, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും നമ്മൾ അന്വേഷിച്ചു. എവിടെ ഒരു ചർച്ചയില്ല. അതെ, എനിക്ക് തോന്നുന്നു പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷം, ഇപ്പോൾ ഈ വിവാദം വന്നതിന് ശേഷം കുറേ പേരൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്നാണ്. അവിടെ ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. ഇവിടെ ആരൊക്കെയാണ് വിയോജിപ്പുകൾ പറഞ്ഞത്? നമ്മളെ പോലെ തന്നെ കൃത്യമായും അവർക്ക് അവരുടേതായ വിയോജിപ്പുകളുണ്ട്. നമ്മൾ സ്വാഭാവികമായും ധാർമ്മിക പരിസരത്തുള്ള ഒരു വിയോജിപ്പ് അറിയിച്ചു. അതുപോലെ ഇവിടെ ജനാധിപത്യ മര്യാദകൾ ഇല്ലാതെയാണ് ഇത് കൊണ്ടുവന്നതെന്നുള്ള വിയോജിപ്പും അറിയിച്ചവരുണ്ട്. അവിടെ നമ്മൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള, ചാണ്ടി ഉമ്മൻ MLA, KP നൗഷാദ് അലി, KPSTA, KSTU, KHSTU, ഇവിടെ സാമുദായിക സംഘടനകളിൽ നിന്ന് KATF അടക്കമുള്ള സംഘടനകൾ. ഒപ്പം ഇവിടെ സാമുദായിക സംഘടനകളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ സുന്നി വിഭാഗത്തിൽ നിന്നും കൃത്യമായ വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ട് വന്നു. ഹുസൈൻ മടവനെ പോലെയുള്ള മുജാഹിദ് വിഭാഗത്തിലുള്ള ആളുകളും അറിയിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ വിയോജിപ്പുകൾ അറിയിച്ചിട്ടും, അതെ, മർക്കസി അടക്കമുള്ള ഒരുപാട് ആളുകൾ, എന്തായാലും ഇതൊരു നമ്മൾ മാത്രം എതിർത്ത വിഷയമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവിടെയാണ് ശരിക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തെ മാത്രം ഇതിൻ്റെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട്, അല്ലേ, ഒരു വിഭാഗത്തിന് മാത്രം പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ വളരെ ചെറിയൊരു നെറേറ്റീവിലേക്ക് മാറുന്നു. ഇത്തരത്തിലുള്ള യാതൊരു ചർച്ചയും, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇതൊരു ഐസ്ബർഗിൻ്റെ ടിപ്പാണിത്. ഇത് വലിയ ഒരു മഞ്ഞ് മലയുടെ മുകളിൽ കാണുന്ന ചെറിയൊരു വസ്തുത മാത്രമാണ് നമ്മൾ കാണുന്നത്. പാൻറ്, വസ്ത്രം, ഡാൻസ് എന്നൊക്കെ പറയുന്നത്. അല്ല, ഈ വിഷയം വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊരു അല്പ വസ്ത്രത്തിലേക്ക് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുക, അതൊരു ഇടകലറിലേക്ക്, അതൊക്കെ വിഷയം തന്നെയാണ്. പക്ഷേ അതിലേക്ക് മാത്രം ചുരുട്ടി കെട്ടുന്നു. അപ്പോൾ അതിന് ഓപ്പോസ് ചെയ്താൽ മതി. ബാക്കി ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളുടെയും ഇതിൻ്റെ അടിത്തറയും ഒന്നും ഓപ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പമാണ് എതിർച്ചയിലുള്ളവർക്ക്. മാത്രമല്ല, എന്നിട്ട് അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരോടും അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നടന്ന ചാനൽ ചർച്ചയിലടക്കം KSUയുടെ ഒരു നേതാവ് വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങളൊരു വിദ്യാർത്ഥി സംഘടന, KSU എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലുള്ള ഞങ്ങളൊരു വിദ്യാർത്ഥി സംഘടന ഞങ്ങളോട് ഇത് ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ മിനിഞ്ഞാന്ന് നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ അധ്യാപക സംഘടനയുടെ പ്രതിനിധി വന്നിട്ട്, ഞങ്ങൾ ഇതാരും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇതിന് ട്രെയിനിങ് വരുമ്പോഴാണ് അറിയുന്നത്. ചില ആൾക്കാരൊക്കെ പറഞ്ഞു ട്രെയിനിങ് നടന്നിട്ടുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം തീരുമാനിച്ചിട്ട് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് ട്രെയിനിങ്. ചർച്ചയല്ല നടന്നത്. ചർച്ച എന്ന് പറഞ്ഞാൽ സംഭവമേ നടന്നിട്ടില്ല. ഒരു കാര്യം തിരുത്തണം. ഇവിടെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ആരാണ്, നിങ്ങളത്തെ ചർച്ച നടത്താൻ ഗവൺമെൻറ് എന്ത് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിശദീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മര്യാദ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വിഭാഗം ഇവിടെ നിയമങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കാനുള്ള ആളുകളാണ്. അത് ഗവൺമെൻറ് സംവിധാനമാണെങ്കിൽ ഇവിടെ സർക്കാർ വിദ്യാഭ്യാസ പൊതുസ്ഥാപനങ്ങളിൽ സ്വാഭാവികമായിട്ടും അത് അധ്യാപകരാണ്, രക്ഷിതാക്കളാണ്, PTA കമ്മിറ്റികളാണ്, ഇവിടെയുള്ള വിദ്യാർത്ഥി സംഘടനകളടക്കമുള്ള സംഘടനകൾ കൂടിയാണ്. അപ്പോൾ ഇത്തരമുള്ള ചട്ടക്കൂടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്തരൊരു വിഷയം വരുന്നത്. കേരളത്തിലെ പരിസരം പരിശോധിക്കുമ്പോൾ നമുക്ക് DPP പോലെ ഒരുപാട് കാലം മുൻപ് പയറ്റി പൊട്ടിപ്പാളീസായതിനു ശേഷം ഒരുപാട് പേരുടെ പ്രശ്നങ്ങളിൽ നിന്നും പിന്നെ SSAയുടെ വ്യത്യസ്തമായ പരിഷ്കരണം കൊണ്ടുവരുന്നു. പക്ഷേ ഒരു ചട്ടക്കൂടിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു സർക്കാർ വന്നതിന് ശേഷമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഇത് ചർച്ച ചെയ്യേണ്ട ആളുകൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾ ജനകീയ സദസ്സ് ആർക്ക് വേണ്ടി നടത്തിയത്? അതേ ആളുകളാണ് ഇതിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവരെ തന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ടത്. അപ്പോൾ അതിൽ ഇനി എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന,
ഇവിടെ പൗരന്മാരായി ഉൾപ്പെടുന്ന എല്ലാവരും പൊതുവിദ്യാലയത്തെ ഞാൻ സാധാരണ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞൊരു വർത്തമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കും, രക്ഷിതാക്കൾക്ക് വിയോജിപ്പിനോ ചോയ്സിനോ ഉള്ള ഓപ്ഷൻ ഇല്ല, അധ്യാപകർ നിർബന്ധമായി നടപ്പാക്കണം, ഇതാണ് പറഞ്ഞ വർത്തമാനം. ഞാൻ ആലോചിക്കുകയാണ്, ഇവിടെ ഒരു സർക്കാരാണ് ഇത്തരത്തിലൊരു ഫാഷിസ്റ്റ്. ഒരു വാചകം കൂടി, ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ലഹരിയേക്കാൾ മാരക വിഷയമാണ്. ലഹരിയേക്കാൾ മാരകമാണ്. അതോടൊപ്പം മറ്റൊരു അവസരത്തിൽ പറഞ്ഞത് 19-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കയറാത്തവരാണ്. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ ആ ഒരു അവസരത്തിലാണ് നമ്മൾ പറയുന്നത് ഞങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, ഞങ്ങളടക്കമുള്ള ഇവിടെ ഇതിനെതിർപ്പ് പ്രകടിപ്പിച്ച എല്ലാവരോടും ചർച്ച നടത്തേണ്ടതാണ്. അത് എങ്ങനെ നടത്തുന്നുള്ളത് സ്വാഭാവികമായിട്ട് സർക്കാരിന് നേരത്തെ തന്നെ മുൻമാതൃക ഉണ്ട്. പക്ഷേ ആ മാതൃകയിലും ശരിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ചർച്ചയ്ക്ക് നടത്തി കുറേ സമയം കളഞ്ഞു. എല്ലാവരെയും ഞാനിങ്ങനെ ആലോചിക്കാം, അന്നത്തേക്ക് എത്ര പണം ചിലവാക്കിയ ആളുകൾ അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു പരിപാടികൾ നടത്തി. നമ്മളടക്കം ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ജെൻഡർ വിഷയത്തിൽ മാത്രം ഈ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രോഗ്രാമുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഇവിടെ നിങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞോളി, ഞങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, ഞങ്ങളിതൊക്കെ പരിഗണിക്കുന്നു, പിന്നെ ഞങ്ങൾ പരിഗണിക്കാത്തതൊക്കെ ഇറക്കും. ഇതാണല്ലോ ഇപ്പം നയം. അതെ, മാത്രമല്ല ഇതിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ചർച്ചയും വിദ്യാർത്ഥി സംഘടനയോട് അധ്യാപക സംഘടനയോട് ആരോടും ഒരു ചർച്ചയില്ലാതെ പെട്ടെന്നൊരു സർക്കുലർ വരികയാണ്. ഇത് നടപ്പിലാക്കാൻ പോകണം, മറ്റന്നാൾ എല്ലാവരും പോയി. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണോ പേടിച്ചത് അത് നേരത്തെ ജെൻഡർ വിഷയത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു ചർച്ചയില്ലാതെ ഇതും ഇമ്പോസ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നുള്ള അവസാന നിമിഷത്തിൽ ഈ പറഞ്ഞ എല്ലാ പ്രതികരണങ്ങളുടെ വഴികളും എല്ലാ ജനാധിപത്യമായ മാർഗ്ഗങ്ങളുടെ എല്ലാത്തിൻ്റെയും അവസാനം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് അവസാനം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സർക്കുലർ വന്നതോടുകൂടി അവിടെ ഒരു അധ്യാപകൻ എന്ന നിലക്ക് എന്ത് ചെയ്യണം, ബഹുമാനായ ടി കെ അഷ്റഫ് സാഹിബ്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഒരു കുട്ടിയുടെ രക്ഷിതാവും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഇതിനോട് വിയോജിപ്പുണ്ട്, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും, എൻ്റെ കുട്ടി ഇതിൽ പങ്കെടുക്കില്ല. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. അത് ജസ്റ്റ് അദ്ദേഹം മാറി നിൽക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇങ്ങനെ ഈ ഒരു രൂപത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഈ നടപ്പിലാക്കിയ രീതിയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അതിനോട് കൾച്ചറലി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, മതപരമായി വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകളൊന്നും പരിഗണിക്കാതെയും ചർച്ച ചെയ്യാതെയും ഈ നടപ്പിലാക്കിയതിനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണെന്ത് ആ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ഇത് ഈ തുടർച്ചയുടെ ഏറ്റവും അവസാനത്തെ ഏടാണ്. പല ആൾക്കാരും മനസ്സിലാക്കി എന്താ വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് പേജാണ് പല ആൾക്കാരും ആദ്യം തുറന്ന് വായിച്ചത്. എന്തോ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ പോസ്റ്റ് ഇട്ടിട്ട് ഞാനില്ല, ഞാൻ ചാടിക്കയറി ഞാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല സംഭവം. ഇത് ഇത്രയൊക്കെ നടന്നതിന് ശേഷം ഇതൊന്നും പരിഗണിക്കാതെ ജെൻഡർ വിഷയത്തിലും അതുപോലെ തന്നെ യുക്തിചിന്ത, പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ ജെൻഡർ ഓഡിറ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും അതിലൊക്കെ നമ്മൾ മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നിട്ടുള്ള എതിർപ്പുകളൊന്നും പരിഗണിക്കാതെ നടപ്പിലാക്കിയതുപോലെ തന്നെ സൂംബ വിഷയത്തിലും പെട്ടെന്നൊരു സർക്കുലർ വരിക, എന്നിട്ട് അതിൽ അടിച്ചേൽപ്പിക്കുക. അതിനോടുള്ള ഏറ്റവും അവസാനത്തെ പ്രതികരണമാണ്. എല്ലാ സാധിക്കുന്ന എല്ലാ വഴികളിലൂടെയുമുള്ള പ്രതികരണങ്ങൾ അറിയിച്ചിട്ട് അതൊന്നും വിലക്കെടുക്കുന്നില്ല, ഒരു ആ നിലക്ക് പരിഗണിക്കുന്നില്ല എന്ന് കണ്ടതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ഞങ്ങളതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു അതിലെ ആ പ്രതികരണത്തിൽ നിന്ന് കാര്യമായി ഇത്തരത്തിൽ ചാനൽ ചർച്ചകളും മറ്റൊക്കെ എടുത്തത്, അല്ലെങ്കിൽ പൊതുസമൂഹമല്ല ഈ നിലക്ക് അതിനെ കൃത്യമായി വായിക്കാത്തവരെടുത്തത് അല്പവസ്ത്രവും അതുപോലെ തന്നെ ഇടകലരിലൊക്കെയാണ്. സത്യത്തിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂളിലൊക്കെ നടന്നത് അങ്ങനെയാണെന്ന് എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നമ്മളും കാണുന്നതല്ലേ, നമ്മളും സ്കൂളിൻ്റെയും രക്ഷിതാക്കളുടെയും ഗ്രൂപ്പുകളുടെയും ഒക്കെ ഭാഗം തന്നെയല്ലേ നമ്മൾ കാണുന്നതാണ്. അവിടെ എന്താ വെച്ചാൽ പിന്നെ എന്തുകൊണ്ട് അത്തരമൊരു സംസ്കാരത്തിലേക്ക് എത്തിക്കും എന്നതിൻ്റെ ഉത്തരം കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഒന്നാമത് ഉത്തരം ഓൾറെഡി സൂംബ ഡാൻസ് എന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഭാഗമായി കഴിഞ്ഞു. അത് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു ഒരു പഠനം എന്നുള്ള നിലക്കാണെങ്കിലും ഓക്കെ. പക്ഷേ അതിവിടെ സ്കൂളിൽ കാണുന്നു, അതിൻ്റെ അതേ കോപ്പി കുട്ടികൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നു, രക്ഷിതാക്കളെ എടുത്ത് മറിച്ച് നോക്കണം. ഏറ്റവും അവസാനം അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൽ ആഡ് ചെയ്യുന്ന സർക്കുലർ വന്നു. മാത്രമല്ല അതിന്റെ ചിത്രമായി കൊടുത്തത് പറഞ്ഞ പോലെ നമ്മൾ എത്തിക്കുമെന്ന് പേടിക്കുന്നു. ആ കൾച്ചറിന്റെ ഫോട്ടോ തന്നെയാണ്, അല്പവസ്ത്രമുള്ള ഫോട്ടോ തന്നെയാണ് കൊടുത്തത്. അല്പവസ്ത്രം എന്നുള്ളത് നിങ്ങൾ വെറുതെ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ അത് പറയേണ്ടിയിരുന്നു, അത് നിങ്ങൾ പിൻവലിച്ചോ എന്നൊക്കെയാണ് ചോദ്യം. എവിടെയും കണ്ടിട്ടില്ലല്ലോ. അതിലേക്ക് എത്തിക്കുമെന്നതാണ് നമ്മൾ പറയുന്നത്. ആ ചർച്ചയ്ക്ക് മുൻപൊരു കാര്യം, ഈ ഒരു ലേഖനം അത് കടന്നു വരാനുള്ളൊരു സാഹചര്യം കൂടി നമ്മൾ ഏറ്റവും അവസാനം വന്നു എന്ന് പറഞ്ഞല്ലോ. ശരിക്ക് ഇത് നടപ്പിലാക്കി തുടങ്ങുന്ന ദിവസം ജൂൺ 26 ദിവസം അടക്കം ഒരുപാട് അധ്യാപകർ, ഇത് ഒരു വ്യക്തിയുടെയോ ഒരു സംഘടനയുടെയോ അല്ല വിഷയമൊന്നുമല്ല, ഇവിടെ പ്രായം ചെന്ന ആളുകളുണ്ട്, കുട്ടികളിൽ വിയോജിപ്പുള്ള ആളുകളുണ്ട്, ധാർമ്മിക പരിസരത്ത് നിൽക്കുന്ന ആളുകളുണ്ട്, മതത്തിനതീതമായി ധാർമ്മികതയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്. ഞാനിങ്ങനെ അതിൻ്റെ മനോരമ പത്രത്തിലടക്കമുള്ള ലേഖനങ്ങൾ വായിച്ചപ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ വന്ന ലേഖനങ്ങളടക്കം മറ്റു മതത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഒരു മതത്തിലേക്ക് ഇങ്ങനെ കൂട്ടിക്കെട്ടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് കൃത്യമായ ലക്ഷ്യമുള്ളവരാണ്. ഒപ്പം ഈ ലേഖനം മുന്നോട്ട് വരുമ്പോൾ ആ ലേഖനത്തിൻ്റെ ഒരു സ്വരം കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വിയോജിപ്പ് അറിയിച്ചത് എത്ര ജനാധിപത്യ രീതിയിലാണ്. ഇവിടെ ചിലരൊക്കെ പറഞ്ഞത് വിവാദം ഉണ്ടാക്കിയത് നമ്മളാണെന്നാണ്. വിവാദം ഉണ്ടാക്കിയത് ഇത്തരമൊരു അധ്യാപകനാണെന്നാണ്. എങ്ങനെയാണ് വിവാദം ഉണ്ടാക്കിയ അധ്യാപകനാകുക? ആ ലേഖനത്തിൽ ഏതെങ്കിലും ഒരു പരാമർശം ഇവിടെ മതേതരത്വത്തിൻ്റെ കടക്കൽ കൈവെക്കുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞത്, എങ്ങനെയാണ് ഇത്തരം വാക്കുകളൊക്കെ ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? തുറന്ന ചിത്രമായിട്ട് ആ ലേഖനം അവിടെ ഉണ്ടല്ലോ. ആ ലേഖനത്തിൽ ഏതെങ്കിലും ഒരു വാക്ക്
ജനാധിപത്യ മര്യാദകൾ മാറി നിൽക്കട്ടെ, ഇവിടെ ഇത്തരത്തിൽ കൃത്യമായി ഇമ്പോസിങ് നടന്നിട്ട് പോലും എത്ര മാന്യമായിട്ടാണ് കൃത്യമായും പറഞ്ഞു നിങ്ങൾ പുനഃപരിശോധിക്കണം, ഇവിടെ അതല്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്. ഞാൻ ഈ അൽപോസ്റ്റർ ഇതൊക്കെ അതിൻ്റെ ആദ്യത്തെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ശേഷം പറയുന്ന ഒരു ഭാഗവും ഇവരെടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ആ ഒരു ലേഖനത്തെ പോലും പരിഗണിക്കാതെയാണ് ഈ വിവാദം ഉണ്ടാക്കിയെന്ന വർത്തമാനം ഉന്നയിച്ചത്. അത് മാത്രമല്ല, എന്നിട്ട് ഈ അല്പവസ്ത്രത്തിലേക്ക് വരാം. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും അല്പവസ്ത്രം വെറുതെ പറഞ്ഞതാണോ, അല്ലെങ്കിൽ അത് പറഞ്ഞ് തെറ്റിപ്പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒന്നാമതൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സൂംബ സ്കൂളിലേക്ക് എന്നുള്ള കുറച്ച് വാർത്തകളും പിന്നെ ജംബോ ആണോ സൂംബ ആണോ എന്നുള്ള കുറച്ച് ചോദ്യങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ ഈ പറഞ്ഞ അല്പവസ്ത്രം എന്ന് പറയുന്നൊരു സംഭവം എങ്ങനെയുണ്ടായി, അവിടെയാണ് നമ്മൾ സൂംബ എന്ന് പറയുന്നൊരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണല്ലോ സൂംബ എന്താണെന്നുള്ളത്. ആ കൾച്ചർ നമ്മൾ നോക്കുമ്പോൾ ആ അല്പവസ്ത്രം അടക്കമുള്ളൊരു കൾച്ചറാണ് നമുക്കതിൽ കാണാൻ സാധിക്കുക, അത്തരത്തിലുള്ളൊരു സെലിബ്രേഷൻ കൾച്ചറാണ് കാണാൻ സാധിക്കുക. എന്നുള്ളതുകൊണ്ട് വസ്ത്രം അതിലൊരു പ്രധാന, അത് കാണുന്ന അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ വസ്ത്രം എന്ന് പറയുന്നൊരു പ്രധാന കൺസേൺ ആയി ഉന്നയിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെയും എന്ത് ചെയ്തിട്ടില്ല, നേരത്തെ പറഞ്ഞതുപോലെ ആ പോസ്റ്റിൽ ഒരിക്കലും ഇതാ സ്കൂളുകളിൽ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മറിച്ച് അത്തരമൊരു സംസ്കാരത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത് നടപ്പിലാക്കുമ്പോൾ അവസാനം ചെന്നെത്തിപ്പെടുന്ന അത്തരമൊരു സംസ്കാരമാണ്. മാത്രമല്ല ചിലയിടത്തൊക്കെ നമ്മൾ കാണുന്നു, തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല, എത്ര സ്കൂളുകളിൽ നിന്ന് ഈ DJ പാർട്ടിയുടെ സീനുകൾ നമുക്ക് എത്ര റീലുകളായും ഷോർട്ട്സായും കാണാൻ പറ്റും. സംസ്ഥാന തലത്തിൽ ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ഗവൺമെൻറ് ഉദ്ഘാടനം ചെയ്ത അതേ സ്കൂളിൽ, ഈ സൂംബയുടെ പരിസരം തുടങ്ങിയ അതേ സ്കൂളിൽ, തിരുവനന്തപുരത്തെ ആ സ്കൂളിലടക്കം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ ഫെയർവെല്ലിനടക്കം ഇത്തരം DJ പാർട്ടിയാണ് നടത്തിയത്. മാത്രമല്ല കുട്ടികൾ സെൻഡ് ഓഫിനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നടത്തുന്ന പരിപാടികളുടെ പേരിൽ പോലീസ് അകമ്പടിയോടുകൂടി മാത്രം SSLC പിരിച്ചുവിടണമെന്ന് പറഞ്ഞ സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കുട്ടികളുടെ ആസ്വാദനങ്ങളുടെ ഇപ്പോൾ സ്ട്രെസ്സാണെന്നൊക്കെയാണ് പറഞ്ഞത്. ശരിക്ക് കുട്ടികളറിയുന്ന ഏത് രക്ഷിതാവിനും അധ്യാപകർക്കും എന്താണ് കുട്ടികളുടെ സ്ട്രെസ് എന്നൊക്കെ ഇപ്പോൾ നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ സ്ട്രെസ്സാണോ പ്രശ്നം, അതല്ല ഇവിടെ കുട്ടികളുടെ ഒരു അമിതമായ ഇത്തരം ആഘോഷത്വരയാണോ പ്രശ്നം എന്നൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു. മാത്രം ഈ അല്പവസ്ത്രത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. എന്താണ് സൂംബ എന്നുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. അതിനോട് പ്രതികരിക്കുമ്പോൾ വസ്ത്രം എന്നുള്ളത് ഒരു എലമെൻ്റ് ആയിട്ട് സ്വാഭാവികമായിട്ടും അതിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആ പോസ്റ്റിലാകെ സൂംബ എന്ന് പറഞ്ഞാൽ അല്പവസ്ത്രമാണ്, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങൾ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഒരുപാട് വിയോജിപ്പുകളുടെ കൂട്ടത്തിലൊരു വിയോജിപ്പായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അല്പവസ്ത്രം പറഞ്ഞത്. അത് തന്നെ സൂംബ പിന്നെ ചിലപ്പം പുറത്തൊക്കെ അങ്ങനെ ആകാമല്ലോ, ഇവിടെ അങ്ങനെയാണോ എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. ഒന്നാമത് സൂംബ പൊതുവേ അങ്ങനെ കാണുന്നുണ്ട്, അത് ഒരു വിയോജിപ്പിൻ്റെ ഒരു രൂപമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ചിത്രമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ മക്കളടക്കം പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ചിത്രമുണ്ട്. നമ്മൾ ചാനലിലൊക്കെ അത് കാണിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആർക്കും അത് പെട്ടെന്ന് വഴുതി മാറുകയാണ്. അപ്പോൾ രൂപം ഭയങ്കര വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് എന്ത് ചെയ്തത് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചിത്രം എന്താണ്, നമ്മളൊരു കാര്യത്തോട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രതികരിക്കുക. ഒന്നാമത് ലോകത്ത് മുഴുവൻ സൂംബ ഏത് തരത്തിൽ ഏത് കൾച്ചറിലാണ് കളിക്കുന്നത് അത് നമ്മൾ പരിഗണിച്ചു. രണ്ടാമത്തത് ലോകത്ത് മുഴുവൻ എടുക്കണ്ട, കേരളത്തിൽ പച്ചമലയാളത്തിൽ ഇറക്കിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചിത്രമാണുള്ളത് അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിയോജിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്കാരത്തിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ് അതിലുള്ളത്. മാത്രമല്ല ചിലയിടത്തൊക്കെ കേട്ടൊരു സംഗതി എന്ന് പറയുന്നത് അധ്യാപകർക്ക് മേലുദ്യോഗസ്ഥരിൽ ഇതിന്റെ ലിങ്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് നോക്കുമ്പോൾ ഇതേ ലിങ്കല്ലേ കിട്ടുള്ളൂ, അത്ര ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. ആ ലിങ്ക് ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കണം, കുട്ടികൾ പഠിക്കണം. ഏത് ലിങ്ക്? ഈ ഒരു മലയാളി സംസ്കാരത്തെ ഒരു ഇസ്ലാമിന്റെ പക്ഷത്ത് സംസാരിക്കും, നമ്മുടേത് പോട്ടെ, ഇവിടെ കേരളത്തിനൊരു കൾച്ചറില്ലേ, ഒരു ധാർമ്മികതയില്ല, ധാർമ്മിക പരിസരമില്ലേ, അതിനോട് പോലും യോജിക്കാത്ത ഒരു ഗുരു ശിഷ്യന്മാർക്ക് അയച്ചു കൊടുക്കണം എന്ന്. അതായത് അധ്യാപകർ കുട്ടികൾക്ക് അയച്ചു കൊടുത്ത ലിങ്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സൂംബ ലോകത്ത് മുഴുവൻ എന്താണെന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഡ്രസ്സിങ് ഒരു പ്രശ്നമാണ്. ടെക്സ്റ്റ് ബുക്കിൽ എന്താണുള്ളത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയും ഡ്രസ്സിങ് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തത് ഈ പറഞ്ഞതുപോലെ അധ്യാപകർ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളിതാ വീട്ടിൽ പരിശീലിക്കണം, ഈ വീഡിയോ കണ്ടുകൊണ്ട് പരിശീലിക്കണം എന്ന് പറയുന്നൊരു വീഡിയോയും നമ്മുടെ മുമ്പിലുണ്ട്. അതിലും ഡ്രസ്സിങ് പ്രശ്നമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും ഡ്രസ്സിങ് മാത്രമല്ല കേട്ടോ, ഇതിൽ മൂന്നിലും ഡ്രസ്സിങ് ഒരു ഫാക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു കാര്യത്തോട് വിയോജിപ്പ് പറയുമ്പോൾ അതിൽ ഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു കൺസേൺ ആയി ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും.
അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു പോസ്റ്റിൽ കാണുന്നത് ആ അല്പവസ്ത്രം എന്നതടക്കം ഒരു കൺസേൺ ആയിട്ട് വരുന്നത്. ശരിക്കും ഈ അല്പവസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അപ്പോഴേക്കും വന്ന ഒരു വാദം എന്താ വെച്ചാൽ പിന്നെ പർദ്ദട്ട് കളിക്കണമെന്നാണ്. പിന്നെ അപ്പോഴേക്കും നിങ്ങളുടെ വസ്ത്രങ്ങൾ എന്താ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് പറയുന്നതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒബ്സിനിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട്. ഒബ്സിനിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് ഒരാൾ ഒഫൻസീവായി കാണുന്നത് അല്ലെങ്കിൽ ഒരാൾ മാന്യതയല്ലാതെ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി നിയമങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ലോ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നിയമങ്ങൾ നിയമവൽക്കരിക്കുന്നത് അവിടെ ശരിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ചില വർത്തമാനങ്ങളുണ്ട്. മില്ലർ ടെസ്റ്റ് അല്ലെങ്കിൽ ഹിക്ലിൻ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ നടത്തി ഇവിടെ സാമൂഹിക പരിസരത്ത് എന്തെല്ലാം അക്സെപ്റ്റബിൾ ആണ്, അവിടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് പരിഗണിക്കേണ്ടതാണ്. റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് പരിഗണിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ഏത് സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ വെറുതെ സാംസ്കാരികമായൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ. സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നത് തന്നെയാണ്, അത് ഇവിടെ ഒരു പൊതുജന വികാരമാണ്. അത് ഒരാളാണെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ കുറേ പേരൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു ചെറിയൊരു ന്യൂനപക്ഷത്തിൻ്റെ അല്ലേ, അപ്പോൾ ന്യൂനപക്ഷത്തിന് ഇവിടെ യാതൊരു പ്രാധാന്യമില്ലേ, ഇത് എന്താ മറ്റേ നേരത്തെ ഇവർ ചോദിച്ചെന്താ വെച്ചാൽ ഇത് മറ്റേ റിപ്പബ്ലിക് അല്ല എന്നൊക്കെയാണ്. ഞങ്ങളും അതിനാണ് തിരിച്ചു പറയുന്നത്, ഇത് ഡെമോക്രസിയാണ്, ഇവിടെ ഞങ്ങളൊരു ന്യൂനപക്ഷമാണെങ്കിലും അഭിപ്രായങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതെ അതെ. മാത്രമല്ല ഇതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സംസ്കാരം, നിങ്ങൾ എന്ത് സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്? സംസ്കാരം ഈ സദാചാരം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് സദാചാരം പഠിക്ക് പുറത്ത് എന്നൊക്കെ ബോർഡിട്ട ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷത്തിനും സദാചാരം എന്നൊക്കെ പറയുന്നത് ഒരു കൺസേൺ തന്നെയാണ്. അവിടെയാണ് ഈ പറഞ്ഞ വീണ്ടും ചോദിക്കും, അപ്പോൾ വസ്ത്രം മാത്രമാണോ പ്രശ്നം? അല്ല, വസ്ത്രം ഒരു പ്രശ്നമാണ്. വസ്ത്രം ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അതിൽ ഓക്കെ, ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം യൂണിഫോം ഇട്ടിട്ടാണ് കളിക്കുന്നത്, അപ്പോൾ ആ പ്രശ്നം മൊത്തം തീർന്നോ? ഇല്ല, അതൊരു വിഷയം മാത്രമാണ്. ബാക്കിയുള്ളത് എന്താണ്? അവിടെ കൂടിക്കലരൽ എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലർന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് കൂടിക്കലരുന്നതിന് എന്തുണ്ട്? മതപരമായി വിയോജിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ മ്യൂസിക്കിൻ്റെയും ഒരു DJ-യുടെയൊക്കെ ഒരു കൾച്ചർ. കാരണം ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഇത് കേൾക്കുന്ന മറ്റ് മതത്തിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഇത് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കൾച്ചറിനും അല്ലെങ്കിൽ ഓരോ ലോകവീക്ഷണത്തിനും അതിൻ്റേതായ ഒരു ചിന്താരീതികളുണ്ടാവും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുവെ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ ഒരു മാന്യത അല്ലെങ്കിൽ പിന്നെ ഒരു സംസ്കാരം അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കുറച്ച് പിന്നെ ഒരു കൺസെപ്റ്റുകളുണ്ട്. ആ കൺസെപ്റ്റുകളിൽ പെട്ടതാണെന്ത് ഈ കൂടിക്കലരലും വസ്ത്രവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ കുറച്ച് അപ്പുറത്തേക്ക് പോകുമ്പം നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ വലിയ രൂപത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കൊറിയൻ മ്യൂസിക്കിൻ്റെ പിന്നെ വലിയ രൂപത്തിലുള്ള സ്വാധീനം. അതുപോലെ തന്നെ DJ പാർട്ടികളിൽ പോയിട്ട് ഇങ്ങനെ തുള്ളിക്കളിക്കുക, അതിലെല്ലാം മതിമറന്നുകൊണ്ട് പോവുക, അതിനൊക്കെ തുടർച്ചയായിട്ട് തന്നെ പലപ്പോഴും ലഹരിയിലേക്ക് എത്തുക. ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു കൾച്ചറലി നമുക്ക് വലിയ കൺസേണുകളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പത്രവാർത്തകളൊന്നും വായിക്കുന്ന ഒരു മനുഷ്യന്, ഒരു കേരളീയ പശ്ചാത്തലത്തിൽ പത്രങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ കൾച്ചറൽ എലമെന്റ് എങ്ങനെ വന്നു എന്നുള്ളത്. അതെ അതെ, യെസ്. അപ്പോൾ അതിനോടൊക്കെ ഉള്ള വിയോജിപ്പ് ഈ പറഞ്ഞ സൂംബയോട് അല്ലെങ്കിൽ സൂംബ ഈ നിലക്ക് നടപ്പിലാക്കിയതിനോടുള്ള വിയോജിപ്പിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. വസ്ത്രം മാത്രമല്ല പ്രശ്നം, കൂടിക്കലർ മാത്രമല്ല പ്രശ്നം, മ്യൂസിക് ഇട്ട് ഇത്തരത്തിലുള്ള ഒരു വളരെ പിന്നെ വൾഗറായിട്ടുള്ള ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു DJ സെലിബ്രേഷൻ കൾച്ചറോ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു കാര്യം, ഇവിടെ ചില ആളുകളൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് മതമാണ് പ്രശ്നങ്ങൾ അതുകൊണ്ട് പറഞ്ഞാൽ പോരെ, നിങ്ങൾ എന്തിനും ഇതിങ്ങനെ വളച്ചു മൂക്കി പിടിക്കുന്ന ചോദിച്ചു. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു മതം തന്നെയാണ് ഞങ്ങളുടെ പ്രധാന പ്രശ്നം, അതവിടെ മുന്നിലുണ്ട്. പക്ഷേ അതോടൊപ്പം ഇവിടെ സാമൂഹിക പരിസരത്ത് ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. മതം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമാണെന്ന ചിന്താഗതിയിൽ നിന്നാണ് എന്ത് വരുന്നത്, മതത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങളോട് പരിഹരിച്ചാൽ മതിയെന്ന്. മതം ഇവിടെ സാമൂഹിക പരിസരത്ത് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി വന്നപ്പോൾ ഇതേ കൺസേൺ പറഞ്ഞപ്പോൾ അതേ ആളുകൾ ചോദിച്ചത് അത് നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ മതത്തിൻ്റെ പ്രശ്നമാണ്. അല്ല, അത് സാമൂഹികമായി കൂടിയുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് വസ്ത്രത്തിൻ്റെ വിഷയം വരുന്നു, സെഗ്രിഗേഷൻ്റെ വിഷയം വരുന്നു, മതപരമായ പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ബോധപൂർവ്വം പറയുന്നതാണ്, കേരളത്തിലെ ബഹുഭൂരിപക്ഷം മറ്റ് മതത്തിൽപ്പെട്ട ഇപ്പോൾ ഇസ്ലാമിക പരിസരത്തോട് അത് പറയുന്നത് ഏത് രക്ഷിതാക്കൾക്കും ഇപ്പോൾ ഇവർ ഈ പറയുന്ന ഈ ട്രെൻഡും പുരോഗമന വർത്തമാനങ്ങളൊക്കെ തുടങ്ങിയത് എത്ര കാലം മുൻപാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായി ഇവിടെ ഉണ്ടായ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മൂല്യച്യുതി കൂടിയാണത്. അത് ഒരിക്കലും ഉൾക്കൊള്ളാത്ത വലിയൊരു ബഹുഭൂരിപക്ഷം രക്ഷിതാക്കൾ ഇവിടെ നിലവിലുണ്ട്, അധ്യാപകർ നിലവിലുണ്ട്. അതുകൊണ്ട് ഈ വസ്ത്രധാരണം ഇതൊക്കെ ഒരിക്കലും നമ്മുടെ മാത്രം പ്രശ്നമല്ല, പക്ഷെ നമ്മുടെ പ്രശ്നവും കൂടിയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇനി ഇതിൽ ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ സ്പോട്ട് ലൈറ്റിനൊക്കെ പ്രത്യേകിച്ച് വെല്ലുവിളിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ഒരു കാര്യം, ഇതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മളതിനോടുള്ള വിയോജിപ്പ് പറയുന്നു, നമ്മൾ ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾക്കതിനോടുള്ള വിയോജിപ്പാണ് പറഞ്ഞത്, അത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ആരടിച്ചേൽപ്പിച്ചു, ആര് നിർബന്ധമാക്കി എന്ന് പറയുന്ന $1 മില്യൺ ക്വസ്റ്റ്യൻ പല ആളുകളും ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ഇത് അടിച്ചേൽപ്പിച്ചോ, ഇത് നിർബന്ധമാക്കിയോ എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടത്. അവിടെ ഇപ്പോൾ സ്പോട്ട് ലൈറ്റിനെ പ്രത്യേകിച്ച് തന്നെ വെല്ലുവിളിച്ചതുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, നിർബന്ധിച്ചോ ഇല്ലേ
പരിശോധിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ ഈ പിന്നെ ഇപ്പം പ്രശ്നമായിട്ടുള്ള ആ സർക്കുലർ ഉണ്ടല്ലോ, ആ സർക്കുലർ നമ്മളെന്ത് ചെയ്യുക, ഇരുന്ന് വായിച്ചു നോക്കുക. ആ സർക്കുലറിൽ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ അല്ലെങ്കിൽ ആ ഇഷ്ടമുള്ളവർ കളിക്കുക എന്നുള്ളതാണ്. ആ സർക്കുലറിൻ്റെ ഏറ്റവും അവസാനത്തെ വാചകം നിങ്ങൾ കാണുക. ഒന്നാമത്തത് ലോക ലഹരി വിരുദ്ധ ദിനമായ 26-ന് സംസ്ഥാന തലത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൂംബ ഇന്നലെ ചാനലിൽ ചോദിച്ചെന്താ കാര്യം വെച്ചാൽ ലഹരിക്ക് വിരുദ്ധമാണ് സൂംബ എന്ന് ആര് പറഞ്ഞു? വലിയ ചോദ്യമാണ്. അതിനുള്ള മറുപടി ഒന്നാമത്തെ സെന്റൻസിലുണ്ട്, അവസാനത്തെ സെന്റൻസിൽ അടിച്ചേൽപ്പിച്ചോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഉണ്ട്. അപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൂംബ വ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കേണ്ടായി എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ലഹരി വിരുദ്ധമായിട്ടാണ് സംഭവിക്കുന്നത്, ലഹരി സൂംബ വലിച്ചാൽ ഇല്ലതാവും. ഇനി അതിൽ അടിച്ചേൽപ്പിച്ചോ അവസാനത്തെ പാരഗ്രാഫ് കൃത്യമായിട്ട് പറയുന്നു, പ്രസ്തുത പ്രവർത്തനങ്ങൾ എല്ലാ സ്കൂളിലും നടക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ട ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് നിർബന്ധമായും നടക്കേണ്ടതാണ്, സ്കൂളുകളിൽ നിർബന്ധമായിട്ട് നടത്തണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സ്കൂളുകളിൽ നടത്താം, പക്ഷേ കുട്ടികൾക്കത് നിർബന്ധമുണ്ടോ? വീണ്ടും സംശയമാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ശിവൻകുട്ടിയുടെ പോസ്റ്റ് വരുന്നത്. കുട്ടികൾക്ക് നിർബന്ധമാണ്, രക്ഷിതാക്കൾക്ക് തടയാൻ സാധിക്കില്ല, ചോയ്സ് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പല ആൾക്കാരും പറയും ചോയ്സ് ഉണ്ട് എന്നാണ്. ചോയ്സ് ഇല്ല, നിർബന്ധമാണ് കുട്ടികൾ കളിക്കേണ്ടത് എന്ന് ഞങ്ങൾ ആരോപിക്കല്ല, കൃത്യമായി കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പോസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. ശേഷം അദ്ദേഹം കോട്ട് ചെയ്തത് RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനെ. ആ കോട്ട് ചെയ്യുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന ഒരു നിർബന്ധിതമായ ഇമ്പോസിഷനാണ് ഇത് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കുകയാണ്. അപ്പോൾ നിർബന്ധമല്ല എന്ന് പറയുന്ന ആ വാദത്തിനെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ സർക്കുലർ പൊളിച്ച് കളയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം പറയുമ്പോൾ, ഈ നിർബന്ധം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ചില ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇത് സ്കൂളുകളിൽ നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ 2-3 ദിവസമായിട്ട് നടക്കുന്നു, നിങ്ങൾ സ്കൂളിലേക്ക് നോക്കൂ, ആ കുട്ടികളൊക്കെ കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ല എന്നാണ്. ഇത് ശരിക്കും ഈ വിദ്യാഭ്യാസ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു അറിയാത്ത ആളുകളാണ്. രക്ഷിതാക്കളൊക്കെ സ്കൂളിൽ പുറത്താണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അധ്യാപകർക്ക് കൃത്യമായിട്ടും അറിയാം. സ്കൂളുകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ബന്ധപ്പെട്ട ഓഫീസർമാർ. ആരാണ് ബന്ധപ്പെട്ട ഓഫീസർമാർ? അത് ഉപജില്ലാ തലത്തിൽ AEOകളായിരിക്കും, അതിന് മേലെയുള്ള DDയും DO തലത്തിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളുകളിൽ അത്തരം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ സർക്കുലർ വന്നാൽ തന്നെ അധ്യാപകർക്കിടയിൽ ആശങ്കക്കുഴപ്പം വരും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മുറുമുറുപ്പുകൾ വന്നിട്ടുണ്ട് അധ്യാപകർക്കിടയിൽ. ഇത് പങ്കെടുക്കണ്ടേ, നമ്മൾ എന്താ ചെയ്യുക എന്നുള്ള ഈ കൺസേൺ പോലും പറയുമ്പോഴാണ് നേരത്തെ പറയുന്ന നിങ്ങൾക്ക് എന്താ പ്രശ്നം, സൂംബക്ക് എന്താ പ്രശ്നം, മതേതരത്വത്തെ കടക്കൽ കൈവെക്കുന്നു. ഇത്തരത്തിലാണ് ഈ ചർച്ചകൾ കൊണ്ടുപോയത് എന്നുള്ളൊരു ബേസ് ഇതിൽ നിന്നും മനസ്സിലാക്കണം. അപ്പം ഒരു കാര്യം കൂടി, അതായത് ഈ സർക്കുലറിൽ നിർബന്ധമുണ്ട്, ശിവൻകുട്ടി നിർബന്ധം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചോയ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവസാനം ഇതിനോടുള്ള വിയോജിപ്പുകളൊക്കെ വന്നപ്പോഴാണ് അവസാനം എന്ത് ചെയ്തിട്ടുള്ള ചില പ്രസ്താവനകൾ വന്നിട്ടുള്ളത്, കുട്ടികളെ നിർബന്ധിക്കൂല എന്നൊക്കെ. അവിടെയും നമ്മൾ പറയുന്നു, അങ്ങനെ ഇനി ആയിക്കോട്ടെ, അങ്ങനെ ഈ ചർച്ചകൾ വിയോജിപ്പുകളൊക്കെ വന്നതിന് ശേഷം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെയാണ് ഈ സോഷ്യൽ ഐസൊലേഷൻ സംഭവിക്കുന്നത്. ഇപ്പം നമുക്കറിയാലോ, ഇതിനെതിരായ ഒരു സ്റ്റാൻഡ് എടുത്തതോടുകൂടി ഇപ്പം എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ആ രൂപത്തിൽ മാധ്യമ വിചാരണയും സോഷ്യൽ മീഡിയ സ്ട്രെസ് തന്നു. അപ്പോൾ അങ്ങനെ അത് മുതിർന്നവരായ ആളുകളെ പോലെ ഇങ്ങനെ വളർന്നിട്ട് ആക്രമിക്കുകയാണെങ്കിൽ, ഒരു കുട്ടി, നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കൺസേൺസ് കൊണ്ട് ഞാൻ കളിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ആ കുട്ടി അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് എത്ര ആയിരിക്കും? കാരണം 49 കുട്ടികൾ ഇങ്ങനെ പോയി കളിക്കുകയാണ്, ഇവരിങ്ങനെ ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുക. ഇത് ആലോചിക്കാൻ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെ, അതൊരു സോഷ്യൽ ഐസൊലേഷനിലേക്കും കുട്ടികൾക്കിടയിൽ ഒരു വേർതിരിവും അധ്യാപകർക്കിടയിൽ വേർതിരിവിലൊക്കെയാണ് പോവുക. അതാണ് അതിൻ്റെ. കുട്ടികൾ പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ചില വർത്തമാനങ്ങൾ കണ്ടു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഇനി 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇനി സർക്കാർ നയത്തിനെതിരെ ഇവിടെ പ്രഖ്യാപനങ്ങൾ നടത്തണോ, ജാഥ നടത്തി പ്രഖ്യാപിക്കണോ? ആരാണ് ഇത് നടത്തേണ്ടത്? ഇത് അധ്യാപക രക്ഷിതാക്കളും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടല്ലോ. അവരിൽ നിന്ന് ഒരുപാട് പ്രതികരണം വന്നു കഴിഞ്ഞു. അതെ, സ്വാഭാവികമായിട്ടും വന്നു. ഇനി കുട്ടികളുടെ പ്രതികരണമാണ് വേണ്ടതെങ്കിൽ ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ കൃത്യമായും പറഞ്ഞില്ലേ, വിദ്യാർത്ഥി സംഘടനകളുടെ പേരെന്തിനാണ്? വിദ്യാർത്ഥികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് വിസ്ഡം സ്റ്റുഡൻസ് ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടോ? എത്ര ബാലിശമായ ചോദ്യമാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് പുറത്തുവിടണം. പിന്നെ നിങ്ങൾ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഇവിടെ നിലവിലെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആർക്കും ഇത് നമ്മളൊക്കെ പറയുമ്പോൾ, നമ്മളൊക്കെ പൊതുവിദ്യാലയത്തിന് കൂടെ നിൽക്കുന്ന, ഇത്തരം സർക്കാരിൻ്റെ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് സ്വാഭാവികം അറിയാം, പൊതുവിദ്യാലയത്തിൽ നിന്നും കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇവിടെ നിലവിലുണ്ട്. അതിനിവിടെ കൃത്യമായ ചില പ്രശ്നങ്ങളുണ്ട്. അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ സ്വാഭാവിക പ്രശ്നം വരുന്നത്. അതെ, ഇവിടെ സത്യത്തിൽ ഈ ലഹരി വിരുദ്ധ ദിനം എന്നത് പൊളിഞ്ഞു, അതിൻ്റെ ഒരു പോരാട്ടം എന്നുള്ള നിലക്ക് അത് പോയി. പിന്നെ പറയുന്നത് വ്യായാമ മുറകളാണ്. കുട്ടികളുടെ മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ വ്യായാമം അനിവാര്യമാണ്. അതിലൊന്നും യാതൊരു തർക്കമില്ല. അപ്പോൾ കഴിഞ്ഞ ചാനൽ ചർച്ചകളിലൊക്കെ പലപ്പോഴും സഹ പാനലിസ്റ്റായി കാണുന്നത് ഇത്തരത്തിൽ ലൈഫ് കോച്ചുകളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇതിൻ്റെ വ്യായാമത്തിൻ്റെ മേന്മകൾ പറയുന്നത്, അതിലാർക്കാണ് സംശയം? പിന്നെ ഒരു ചാനൽ ചർച്ചയിൽ കേട്ടത്, പിന്നെ പ്രവാചകൻ കുതിര സവാരിയെ പ്രോത്സാഹിപ്പിച്ചില്ല. തീർച്ചയായും
തീർച്ചയായും നമ്മൾ പറയുന്നത് പിന്നെ വ്യായാമങ്ങൾ വേണം. നമ്മൾ അതിൻ്റെ ഇടയിൽ പിന്നെ പ്രത്യേകമായിട്ടും ഉയർത്തിയ ഒരു കൺസേൺ കൂടിയാണത്. അതായത് കായികാധ്യാപകരില്ല ഇവിടെ. അതിൻ്റെ പ്രശ്നമടക്കം നമ്മൾ ഉന്നയിക്കാൻ കാരണം ഇത് വ്യായാമമൊക്കെ വേണം. ലഹരി വിരുദ്ധമായിട്ട് വ്യായാമം എന്നുള്ളതിനപ്പുറത്ത് വ്യായാമം ഇവിടെ വേണം, കായികാധ്യാപകരെ വേണം. അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഒരു സൂംബ എന്ന് പറഞ്ഞാൽ ഒരു മറ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അല്ല ഇത് പോകേണ്ടത്. നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു നിങ്ങളിത് എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം, അത് സ്റ്റേറ്റ് സംസ്ഥാന തലത്തിൽ വിദ്യാർത്ഥി സംഘടനകളടക്കം നേതാക്കൾ വിളിച്ച സമയത്ത് വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ നേതാവായിട്ട് ഡോക്ടർ ഷഹബാസ് കെബാസ് പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹം കൃത്യമായി രേഖാമൂലം അവതരിപ്പിക്കുകയും ചെയ്തു, രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. അതെ, കേവലം അവതരണം മാത്രമല്ല, രേഖാമൂലം സമർപ്പിച്ചു. എവിടെ പോയി രേഖകൾ, റിപ്പോർട്ടുകൾ എവിടെ പോയി? അപ്പോൾ ഇതൊക്കെ നേരത്തെ മുന്നോട്ട് വെച്ചത്. നിങ്ങൾക്ക് ലഹരിക്കെതിരെ നിങ്ങളെന്ത് പ്രവർത്തനം നടത്തിയത്? 30,000 കുട്ടികളെ വിളിച്ചുകൊണ്ട് 1 മാസം 2 മാസം മുൻപാണ് ഇവിടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾ, നിങ്ങളൊക്കെ ഈ ലഹരിക്ക് വേണ്ടി നടക്കുന്ന ആളുകളൊക്കെ രൂപത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്.